വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. നിലമ്പൂർ കോടതിപ്പടിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ പെട്രോൾ ഒഴിച്ച് കത്തിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ പെട്രോൾ ഒഴിച്ച് കത്തിച്ച കേസിലെ പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. മമ്പാട് കുറത്തിയാർപൊയിൽ സ്വദേശി താവളത്തിൽ മുഹമ്മദ് ഷാഹുൽ, പുളിക്കലോടി സ്വദേശികളായ വാഴക്കുണ്ടൻ സുബൈർ ബാബു, കരിമ്പിൽ മുഹമ്മദ് നിയാസ് എന്നിവരെയാണ് നിലമ്പൂർ സിഐ BS ബിനുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 1 നിലമ്പൂർ കോടതിപ്പടിയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വീടിന് സമീപം വെച്ച് ബൈക്കിൽ വന്ന പ്രതികൾ നിരന്തരം ഹോണടിച്ച് ശല്യമുണ്ടാക്കിയത് പരാതിക്കാരനും സുഹൃത്തും ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് ഇതിനെ ചൊല്ലി വാക്കുതർക്കമുണ്ടാവുകയും മടങ്ങിപ്പോയ പ്രതികൾ സമീപത്തെ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി പുലർച്ചെ 1:30 മടങ്ങി വന്ന് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുകയുമായിരുന്നു. ശബ്ദം കേട്ട് ഉണർന്നു വന്ന വീട്ടുകാർ പെട്ടെന്ന് വെള്ളമൊഴിച്ച് തീക്കെടുത്തിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി. തുടർന്ന് നിലമ്പൂർ DYSP സാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. തിരുവനന്തപുരത്തും മറ്റുമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു പ്രതികൾ. മുഖ്യപ്രതി ഷാഹുലിനെതിരെ മുൻപും അടിപിടി കേസുകൾ നിലവിലുണ്ട്. SI PT സൈഫുള്ള, ഉജേഷ്, ഡാൻസാഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, T നിബിൻ ദാസ്, ജിയോ ജേക്കബ്, K സജീഷ്, കൃഷ്ണദാസ്, സാബിർ അലി, CK സജീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. നിലമ്പൂർ വീട്ടിക്കുത്ത് പോലക്കപ്പറമ്പിൽ ഡോക്ടർ അസറുദ്ദീന്റെ കാറാണ് കത്തിച്ചത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.